എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെല്ലാവരും ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടെ സ്റ്റേക്കേഷനിൽ ഇവിടെ വന്നിരിക്കുകയാണ് ദുബായിലൊരു ഹോട്ടലിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഇവിടുത്തെ ലോബിയിൽ ഇരിക്കുകയാണ്. സോ ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയി എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് റൂമിൽ പോയിട്ട് റൂമെല്ലാം കാണിക്കാം നിങ്ങളെ. ഞങ്ങൾ ആരെയും കാണാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ലഗേജ് എടുത്തുകൊണ്ട് പോയി. അത് ആക്ച്വലി പാർക്കിംഗ് ഏരിയ ആയിരുന്നു. സോ അവിടെ ആരും ഇല്ലായിരുന്നു. വിത്തിൻ റിസപ്ഷൻ ഏരിയ എത്തിയപ്പോഴേക്കും എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്തു. വന്ന് ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോയി. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഞങ്ങൾ റൂമിലോട്ട് പോയിട്ടോ. ഈ ഡോറ് തുറന്നപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ബെഡും സോഫയും ഒക്കെയാണ്. എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് ഇത് ബുക്ക് ചെയ്തതെന്ന്. സീരിയസ്ലി ഞാൻ അമ്മ എന്നോട് ചോദിച്ചു, വാവ് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണോ നീ ബുക്ക് ചെയ്തത്? ബട്ട് ശരിക്കും പറയാം ഗൈസ്, ഞാൻ പോലും അറിയാതെ കേട്ടോ ഞാൻ ഈ റൂം ബുക്ക് ചെയ്തത്. ലൈക്ക് ഐ ജസ്റ്റ് റാൻഡംലി ബുക്ക്ഡ് എ റൂം ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് സോ ഗുഡ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചു ആക്ച്വലി വേറൊരു കുറച്ചും കൂടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഫണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് വെരി സ്പേഷ്യസ്. ഈ വാഷ്റൂമിൻ്റെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല ഗൈസ്, ബിക്കോസ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഞാൻ ഓരോരോ വീഡിയോസും എല്ലാ കോപ്രായങ്ങളും മേക്കപ്പ് ഇടലും എല്ലാം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. ഒരു ടി വി ഉണ്ട്. ദിസ് ചെയർ ഇസ് സോ പ്രിട്ടി. അവിടെ ഒരു മിറർ ഉണ്ട്. And the balcony, the view is so pretty. Ambo, super alla. Hey guys, look at the view. ഇത് അവരുടെ ഫേവറേറ്റ് സ്പോട്ട് ആയിരുന്നു കേട്ടോ. വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടായിരുന്നു അവർക്ക് ഈ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ്. ആക്ച്വലി ഇവിടെ തന്നെ നമുക്ക് കുക്കൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, പാത്രം ഉണ്ടായിരുന്നു, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ്. കണ്ടോ, അവരവിടെ തന്നെയാണ് ഫുൾ ടൈം. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ ക്ലാസ് ആയിരുന്നു, കൺസ്ട്രക്ഷൻ ക്ലാസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതൊക്കെ തന്നെയായിരുന്നു ഫുള്ള്. ആക്ച്വലി വ്യൂ നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ ഇത്രമാത്രം എൻജോയ് ചെയ്യുന്നത്. എനിക്കറിയില്ല, എനിക്കിങ്ങനെ റോഡും വണ്ടികളും ഒക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ആ ഏരിയ മൊത്തം ഒന്ന് നടന്ന് കണ്ടിട്ട് വന്നു. എന്നിട്ട് അവിടെയുള്ള കടയിലൊക്കെ കയറി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു. കുറേ സമയം റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്നപ്പോൾ നമുക്ക് ബോറടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചുമ്മാ ഹോട്ടലൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന്. സോ ഞങ്ങൾ പൂൾ ഏരിയയും ജിം ഏരിയയിലൊക്കെ പോയി. പക്ഷേ പൂൾ ഏരിയയിൽ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു പൂൾ. പിന്നെ ആൾക്കാരൊക്കെ അവിടെ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ അവരുടെ പ്രൈവസി മാനിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് അവിടുത്തെ ജിം. നമ്മൾ പിന്നെ വർക്കൗട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ഇറങ്ങി. പിന്നെ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ആ ഹോട്ടൽ. നല്ല കാറ്റാ ഗൈസ് ഇവിടെ. ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ കുറേ ഷോപ്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ജ്വല്ലറി ഷോപ്സും പിന്നെ അല്ലാതെ കുറേ എന്തൊക്കെയോ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഷോപ്സിലൊന്നും കയറിയില്ല, ചുമ്മാ ഒന്ന് വാക്കിന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡായിട്ട് റിസപ്ഷൻ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്, മുകളിലോട്ട് വന്നില്ല. സോ അത് കളക്ട് ചെയ്യാൻ ഞാൻ പോയതാണ്. കുളിച്ച് റെഡിയായി ഇനി ഞാൻ തിന്നാൻ പോവുകയാണ് ഗൈസ്. വാവ്, അമ്മ എന്താ വാങ്ങിച്ചത്? എന്താ? വാവ്, ഷവർമ കൂടെ ഉണ്ട്. ഞങ്ങൾ നല്ല വിശന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും അപ്പം തന്നെ എടുത്ത് കഴിച്ചു. എൻ്റെ അച്ഛൻ വീണ്ടും എവിടെയോ നടക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് വന്ന് കഴിച്ചത്.
രാത്രിയായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ബാൽക്കണിയിൽ പോയി ഈ വ്യൂ എല്ലാം ആസ്വദിച്ച് ചായയും കുടിച്ച് പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. തലേദിവസം ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നത്. ആൻഡ് ഓൾസോ രാവിലെ നമുക്ക് നേരത്തെ എണീക്കണമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മയാണെങ്കിൽ എവിടെയെങ്കിലും 10 മണിക്ക് പോകണമെങ്കിൽ 8 മണി ആകുമ്പോഴേ റെഡിയായി ഇരിക്കണമെന്ന് പറയും. അതുകൊണ്ട് എന്നെ ഭയങ്കര നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഉറക്കമൊന്നും അത്ര ഉഷാറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓർത്തപ്പോൾ ഞാൻ അങ്ങ് ചാടി എണ്ണീറ്റ് റെഡിയായതാണ്. പിന്നെ ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് ഒരു അസുഖമുണ്ട്. രാവിലെ എണീറ്റാൽ അപ്പം തന്നെ ചായ വേണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം. ഞങ്ങളെ ഉഷാറാക്കുന്നത് ഒരു ചായ അല്ലെങ്കിൽ കാപ്പി. ഇതില്ലെങ്കിൽ ഞങ്ങൾ അന്നത്തെ ദിവസം ഭയങ്കര ഡൗൺ ആയിരിക്കും. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇതാണ് രാവിലത്തെ വ്യൂ ഇവിടുത്തെ. ഐ മീൻ ഇറ്റ്സ് ഓൾ ദി സെയിം, ബട്ട് എന്തോ ഭയങ്കര ക്വയറ്റായിട്ടുള്ള പോലെ. നിങ്ങൾ നോക്കണം, എന്നെ അവർ എത്ര നേരത്തെയാണ് വിളിച്ചേക്കുന്നത്. എന്നെ നേരത്തെ വിളിച്ചിട്ട് അവർ ചുമ്മാ കിടന്ന് എക്സസൈസും യോഗയൊക്കെ ചെയ്യായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, എന്തിനാണ് എന്നെ ഇത്ര നേരത്തെ വിളിച്ചത്? ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് 1 hour കഴിഞ്ഞാൽ ഞാൻ റെഡി ആകാൻ തുടങ്ങിയത്. എന്നിട്ടും ഞാൻ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ഇതാണ് കേട്ടോ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഞങ്ങളപ്പം അവിടെ ചെന്ന് ഫുഡൊക്കെ പോയി എടുത്തു കഴിച്ച്. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് നല്ല പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഫുഡിലായിരുന്നു കോൺസെൻട്രേഷൻ. പിന്നെ എനിക്ക് പറ്റാവുന്ന അത്രയും കുറച്ചൊക്കെ എന്താണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഫസ്റ്റ് റൗണ്ടാണ് ഗൈസ്. ഫസ്റ്റും സെക്കൻഡും തേർഡും അങ്ങനെ പോയി ഇരുന്നു. ഹായ് ഗൈസ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിൽ പോവുക. സോറി, വീട്ടിലല്ല, റൂമിൽ പോവുക. അത് കഴിഞ്ഞ് നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ പോകും. ഗൈസ്, ഇന്നത്തെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു. വി ആർ ഗോയിങ് ബാക്ക്.